ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ അവന്റെ കാര്യം. അനുസരണയില്ല, പിന്നെ എടുത്തുചാട്ടം. എടുത്തുചാട്ടമാ ഇപ്പൊ അവൻ അതിനകത്ത് കിടത്തിയിരിക്കുന്നെ. അപ്പൊ എങ്ങനാ അവൻ അതിനകത്ത് കിടക്കട്ടെ എന്നാണോ, അതോ ഒരു കച്ചിത്തുരുമ്പ് കൂടി അവന്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കണോന്നാണോ? ബോസിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി ഞങ്ങളിവിടെ കാത്തിരിക്കുക. ഭാവി തന്ത്രങ്ങൾ മെനയാൻ ഇത്രയും ക്രിമിനൽ മനസ്സുള്ള ഒരു ജോത്സ്യൻ നമ്മുടെ ഇടയിൽ വേറെ ഇല്ലല്ലോ. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്രിമിനൽ മൈൻഡുള്ള ജോത്സ്യൻ കൊള്ളാം. എടി, ഞാൻ ആലോചിക്കുന്നതേ, അവനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ കാര്യം കൈ പിടിച്ച് ഇറക്കിയിട്ട് നമുക്കെന്താ നേട്ടം? അതിന്റെ പ്രത്യേകിച്ച് ഗുണമൊന്നും നമുക്കില്ലല്ലോ. ഇനി അവിടെ പഴയ പോലെ ഒരു ബിസിനസ് നടക്കാൻ പോകുന്നില്ലടോ. പിന്നെ എന്തിനാടി ഒരു പാഴ്ചെലവ്? കിടക്കട്ടെ കുറച്ചാളകത്ത്. കുറച്ച് മര്യാദയെങ്കിലും പഠിക്കും. അങ്ങനെയാണെങ്കിൽ ആ വീട് വിറ്റ് എനിക്ക് എന്റെ കാശ് വേണം. കോടികൾ മാറിയതിന്റെ ക്ഷീണം മലേഷ്യയിലെ എന്റെ ബിസിനസിനെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം പിന്നെ എന്തിനു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആ വീട് ലേലത്തിൽ പിടിച്ചെടുത്തു? നഷ്ടപ്പെടുത്താനായിരുന്നെങ്കിൽ സ്വന്താക്കേണ്ട കാര്യം എന്തായിരുന്നു? പിന്നെ നിങ്ങൾ ബോധപൂർവം മറന്നുപോയൊരു കാര്യമുണ്ട്. അവന്റെ പേരിലാ ആ വീടും സ്ഥലവും. വെറും ഒരു മുദ്രപേപ്പറില് എപ്പ വേണേലും തിരിച്ചെഴുതി തന്നോളാന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തന്ന ഒരു കടലാസ് കഷ്ണം മാത്രമേ നമ്മുടെ രേഖയായിട്ടുള്ളൂ. അതിന്റെ വില അതിലൊട്ടിച്ച റവന്യൂ സ്റ്റാമ്പിൽ തീർന്നു. ഇനി ആലോചിക്ക്, അവനെ നഷ്ടപ്പെടുത്തണോ അതോ രക്ഷിക്കണോന്ന്? അവനെ ഇപ്പൊ നമ്മൾ രക്ഷിച്ചെടുത്തില്ലെങ്കിൽ, മുതലക്കണ്ണീരൊലിപ്പിച്ച് അവന്റെ രക്ഷകരായി നമ്മൾ എത്തിയില്ലെങ്കിൽ അവൻ തിരിയും. നല്ല ഭംഗിയായിട്ട് തന്നെ തിരിയും. ഈ റവന്യൂ സ്റ്റാമ്പിന്റെ വിലയുണ്ടെന്ന് പറഞ്ഞ എഗ്രിമെന്റിൽ അവനെ ബലമായി അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ അധികാരം ഉപയോഗിച്ച് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞ് വാദിച്ച പിന്നെ കട്ടയും പടവും മടക്കി നമ്മൾ മൂന്നുപേരും കാവി ഉടുത്ത് വല്ല കാശിക്കോ രാമേശ്വരത്തിനോ പോവേണ്ടി വരും ഭജന പാടാൻ. എന്താ പാടാൻ വല്ല വശമുണ്ടോ? ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല. കൊച്ചുനാള് മുതലേ തൊണ്ടയ്ക്കൊരു പിടുത്തമുണ്ട്. പാടുമ്പോ തൊണ്ടയ്ക്കേ പിടുത്തമുള്ളൂ. ഇപ്പൊ ഇവൻ തിരിഞ്ഞ എല്ലാ അവന്മാരും കൂടി നമ്മുടെ കഴുത്തിൽ തന്നെ പിടിക്കും. അതുകൊണ്ട് അവനെ ഒതുക്കി മാറ്റുന്ന കാര്യവും കറിവേപ്പില പോലെ എടുത്തു കളയുന്ന കാര്യവും വ്യക്തമായും ശക്തമായും ആലോചിച്ചതിന് ശേഷം മാത്രം മതി. കാരണം അവന്റെ കക്ഷത്തിൽ നമ്മൾ നമ്മുടെ 3 തലയും കൊണ്ടുപോയി വെച്ചു കൊടുത്തിരിക്കുക. ആലോചിക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ പട്ടിക്ക് തീറ്റ കൊടുക്കാതെ കൂട് തുറന്നിട്ടാ പട്ടി പുറത്ത് ചാടും. തീറ്റയ്ക്ക് വേണ്ടി അലയും, ചിലപ്പോ പേയും പിടിക്കും. പിന്നെ നമുക്കതിനെ വെടിവെച്ച് കൊല്ലേണ്ട അവസ്ഥ വരും. അതിനേക്കാൾ നല്ലത് ഒരല്പം റൊട്ടി കഷ്ണം അവന്റെ അണ്ണാക്കിലേക്ക് വെച്ച് തിരികെ കൊടുക്കുന്നതല്ലേ. പെണ്ണിന്റെ ബുദ്ധിയാ. ആ 10 തലയ്ക്കകത്ത് ഈ പറഞ്ഞൊക്കെ ഒന്ന് വേരിഫൈ ചെയ്യേ. എന്നിട്ടൊരു ഓർഡർ ഇട്, രോഹിത്തിനെ രക്ഷിക്കണോ വേണ്ടയോ എന്ന്.